സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസയിലെ ജനത്തെ സൗത്ത് സുഡാനിലേക്ക് ഒഴിപ്പിച്ചു മാറ്റുവാനാണ് ഇസ്രായേൽ നീക്കം എന്ന് റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ഒരു ടീം സൗത്ത് സുഡാനിൽ മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്റുകൾ ഒരുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സൗത്ത് സുഡാൻ എന്ന് പറയുന്നത് ഈ ആഫ്രിക്ക തുടങ്ങുമ്പോൾ ആഫ്രിക്കയുടെ ഏറ്റവും നോർത്തേൺ പാർട്ടിലൊക്കെയാണ് ഈജിപ്തൊക്കെ വരുന്നത്. ഈജിപ്തിൻ്റെ സൗതേൺ പാർട്ടിൽ വരുന്നതാണ് സുഡാൻ. സുഡാൻ്റെ സൗത്ത് ആയിട്ട് വരുന്നതാണ് സൗത്ത് സുഡാൻ. ഉഗാണ്ടയുടെ നോർത്തായിട്ട് ഉഗാണ്ടയാണ് പിന്നെ നെക്സ്റ്റ് സൗത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ആഫ്രിക്കയിലെ മുകളിൽ നിന്ന് താഴോട്ട് അല്ലെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ആദ്യം ഈജിപ്ത്, പിന്നീട് സുഡാൻ, പിന്നീട് സൗത്ത് സുഡാൻ, അതിന് താഴെ ഉഗാണ്ട, അങ്ങനെയാണ് പോവുക. അപ്പോൾ ഈ സൗത്ത് സുഡാൻ എന്ന് പറയുന്ന രാജ്യം വാസ്തവത്തിൽ അറബ് രാജ്യമല്ല. സുഡാൻ അറബ് രാജ്യമാണ്, ഈജിപ്ത് അറബ് രാജ്യമാണ്. നേരെ മറിച്ച് സൗത്ത് സുഡാൻ അറബ് രാജ്യമല്ല. സൗത്ത് സുഡാൻ മെജോറിറ്റി ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ്. ധാരാളം ആഭ്യന്തര പ്രശ്നങ്ങളുള്ള ഒരു സംഗതിയാണ്. നൈൽ നദി ഈ സൗത്ത് സുഡാന്റെ നടുവിലൂടെയാണ് ഒഴുകുന്നത്. രാജ്യത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് നമ്മളുടെ സിന്ധു നദി പാകിസ്ഥാനിലൂടെ ഒഴുകുന്നത് പോലെ, പാകിസ്ഥാനെ രണ്ട് ആയി വിഭജിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ നടുവിലൂടെ സിന്ധു നദി ഒഴുകുന്നത് പോലെ ഈ സൗത്ത് സുഡാന്റെ നടുവിലൂടെ ആണ് ഈ നൈൽ നദി ഒഴുകുന്നത്. വളരെ ഫെർട്ടൈലായിട്ടുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ അവിടെ ആഭ്യന്തര കലാപങ്ങൾ നിലവിലുള്ളത് കൊണ്ട് ഓയിൽ റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ കൂടി അത് അങ്ങേയറ്റം ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ നാടാണ്. അപ്പം അങ്ങോട്ട് ഈ ഗാസ പീപ്പിളിനെ തൽക്കാലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ആലോചിക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. ഇതിനെ സംബന്ധിച്ച് ഇസ്രായേലിന്റെ ഗവൺമെന്റോ അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെന്റോ ഔദ്യോഗികമായി യാതൊരു റിപ്ലൈയും തന്നിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു ന്യൂസ് പരക്കാനുള്ള കാരണം ഇസ്രായേലിന്റെ ഒരു ടീം 6 പേരടങ്ങുന്ന ഒരു സംഘം സൗത്ത് സുഡാനിൽ ഈ ഗാസൻ പീപ്പിളെ താമസിക്കാൻ വേണ്ടി താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഒരുക്കാനാണ് ശ്രമിക്കുന്നത്. മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടേക്ക് ഗാസയിലേക്ക് വരുമ്പം ഗാസയിൽ നിന്ന് ആളുകൾ നല്ലൊരു ശതമാനം ആളുകൾ സൗത്ത് സുഡാനിൽ ഇങ്ങനെ ഒരു സൗകര്യം കിട്ടുകയാണെങ്കിൽ അവിടേക്ക് ഒഴിഞ്ഞു പോകാൻ തയ്യാറാണ് എന്ന് പറയപ്പെടുന്നു. അതിന് കാരണം ഒന്ന്, ഇവിടുത്തെ യുദ്ധ സാഹചര്യമാണ്. ജീവൻ ഏത് നിമിഷവും നഷ്ടപ്പെടാം എന്നുള്ള അവസ്ഥയാണ്. 2, നിയർ ഫാമൈൻ സിറ്റുവേഷനാണ്. പട്ടിണിയല്ല, പക്ഷെ പട്ടിണിയോട് അടുത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും ഒരു പട്ടിണി തങ്ങളെ പിടികൂടിയേക്കാം എന്നുള്ള ഭയം. 3, ഹമാസിനോടുള്ള ഭയം. അപ്പം ഹമാസിനെ ഒഴിവാക്കാൻ ഇവിടെ നിന്ന് സൗത്ത് സുഡാനിലേക്ക് ഇതൊരു താൽക്കാലികമായ മാറ്റമാണ് എന്ന നിലയിലാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഈ ഗാസയിൽ നിന്ന് ഇപ്പൊ ഗാസ സിറ്റിയാണ് ഇപ്പോൾ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഗാസ സിറ്റിയിൽ നിന്ന് ആളുകളെ സൗത്ത് സുഡാനിലേക്ക് മാറ്റി അവിടെ താമസിപ്പിച്ച്, അതുപോലെ ഗാസ സ്ട്രിപ്പിന്റെ സൗതേൺ പാർട്ടിൽ ഖാൻ യൂനിസ് റീജിയനിലുള്ള ആളുകളെയും ഈ സൗത്ത് സുഡാനിലേക്ക് ഒഴിപ്പിച്ച് ഈ ആളുകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിനെ തേടിപ്പിടിച്ച് കൊല്ലുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്കാണ് ഇസ്രായേൽ നീങ്ങുന്നത് എന്ന് വേണം വിചാരിക്കാൻ. നമ്മൾ പല വീഡിയോ ചെയ്യുമ്പോഴും പറയുന്നുണ്ട്, ഇവർ ഇതിന്റെ പ്ലാനുകൾ പൂർത്തിയാക്കിയിട്ടില്ല. എന്താണ് പ്ലാനുകൾ എന്ന് ആരോട് പറഞ്ഞിട്ടുമില്ല. എങ്ങനെയാണ് ഈ സിറ്റി ടേക്ക് ഓവർ ചെയ്യുക? ഗാസ സിറ്റി ടേക്ക് ഓവർ ചെയ്യണം, അതിനുശേഷം ഖാൻ യൂനിസ് ടേക്ക് ഓവർ ചെയ്യണം. അപ്പം ഇത് ടേക്ക് ഓവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനൊരു പ്ലാൻ? ഇവിടെ ജീവിക്കുന്ന ജനത്തെ എങ്ങനെ ഒഴിവാക്കും? ഈ ജനത്തിന്റെ പ്രൊട്ടക്ഷനിലാണ്, ഈ ജനത്തെ മറപിടിച്ചുകൊണ്ടാണ്, ജനത്തെ മനുഷ്യമതിലാക്കിക്കൊണ്ടാണ്, അതിന്റെ പുറകിൽ ഒളിച്ചിരുന്നുകൊണ്ടാണ് ഭീകരപ്രവർത്തനങ്ങൾ ഹമാസ് ചെയ്യുന്നത്. അപ്പൊ ഈ മതില് പൊളിച്ച് അല്ലെങ്കിൽ ജനത്തിന്റെ മതില് പൊളിച്ച് കളഞ്ഞാൽ മാത്രമേ ഹമാസിനെ പിടികൂടാനാവൂ. ഇല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഉണ്ടാകുന്ന ആക്രമണങ്ങൾ മുഴുവൻ താങ്ങേണ്ടി വരിക സാധാരണ സിവിലിയൻസാണ്. സാധാരണ സിവിലിയൻസിനെ കൊല്ലുന്നു എന്നുള്ള ഒരു ഇമേജ് ലോകത്തിന് മുൻപിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഹമാസിന്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്നുള്ളത്. അപ്പൊ കുഞ്ഞുങ്ങളെ എടുത്ത് മുമ്പിൽ പിടിക്കുന്നു, വെടിയുണ്ട കുഞ്ഞുങ്ങൾക്ക് കിട്ടും, ഹമാസ് അതിന്റെ പുറകിൽ ഒളിച്ചിരിക്കും. അപ്പൊ ഇത്രയും കാലം അവരടക്കിയ ആ ഒരു സ്ട്രാറ്റജി, അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആളുകളെ മുഴുവൻ ഇവിടുന്ന് ഒഴിപ്പിച്ചതിന് ശേഷം മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിനെ പുറത്ത് പുകച്ച് ചാടിച്ച് കൊന്നുകളയുക എന്നുള്ള ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആളുകളെ സൗത്ത് സുഡാനിലേക്ക് ഒഴിപ്പിക്കുന്നത്. അപ്പൊ സൗത്ത് സുഡാൻ ആയതുകൊണ്ട്, ഒരു ക്രിസ്ത്യൻ രാജ്യമായതുകൊണ്ടും ഒരുപക്ഷെ ഈ താമസം താൽക്കാലിക താമസമായിരിക്കാനാണ് സാധ്യത. ഇവർക്ക് ഒരുപക്ഷെ തിരിച്ചു വരാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഇതുവരെയുള്ള ഒരു ചരിത്രം വെച്ച് നോക്കുമ്പം, ഇതുവരെയുള്ള ഒരു പ്രസിഡൻസ് വെച്ച് നോക്കുമ്പോൾ ഗാസയിൽ നിന്ന് പുറത്തുപോയ ആർക്കും തിരിച്ചോടെ വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അങ്ങോട്ട് പുറത്തേക്ക് പോയവരെ ആരെയും ഇങ്ങോട്ട് കടത്താൻ ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗാസ നിവാസികൾക്ക് ആ ഒരു ഭയവും ഉണ്ട്. പോയി കഴിഞ്ഞാൽ ഇനി
ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കുമോ സൃഷ്ടിക്കപ്പെടുക? കൂടാതെ ഈ സൗത്ത് സുഡാൻ എന്ന് പറയുന്നത് വളരെ സേഫായിട്ട് സ്ഥലമൊന്നുമല്ല. അവിടെ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ 4 ലക്ഷത്തോളം ആളുകൾ അവിടുത്തെ ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലും നിലവിലുള്ളത് പോലത്തെ ഇൻസ്റ്റേബിലിറ്റി ഈ പറയുന്ന സൗത്ത് സുഡാനിലും ഉള്ളതാണ്. അപ്പം അതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ശരി, സൗത്ത് സുഡാനിലേക്ക് ഗാസയിലെ ആളുകളെ മാറ്റാനുള്ള ഒരു ശ്രമം ഇസ്രായേൽ നടത്തുന്നതായി മനസ്സിലാവുന്നു എന്ന് വേണം വിചാരിക്കാൻ. ഇവരെ മാറ്റുന്നത് ഈ സിറ്റി ഒഴിപ്പിക്കുന്നതിന് ഭാഗമായി ഈ ഗാസ സിറ്റിയിലുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സൗത്ത് സുഡാനിലേക്കാണ് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടി വരിക. അപ്പം അങ്ങനെ ഗാസയിലെ മുഴുവൻ ആളുകളെയും ആദ്യം ഗാസ സിറ്റിയിലേത് അത് 10 ലക്ഷം ആളുകൾ വരും. അതായത് ഇപ്പോൾ ഗാസയിലുള്ള മൊത്തം ജനത്തിന്റെ പകുതി ഗാസ സ്ട്രിപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിന്റെ സെൻട്രൽ പോയിന്റ് ആണ് ഗാസ സിറ്റി. ആ ഗാസ സിറ്റിയിലുള്ള 10 ലക്ഷം ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു മാറ്റുന്നു ഈ സുഡാനിലേക്ക്. ബാക്കിയുള്ള 10 ലക്ഷം ആളുകൾ ഈജിപ്തിനോട് ചേർന്ന് വരുന്ന ഖാൻ യൂനിസ് മുതലായ പ്രദേശങ്ങളിലാണ്, സൗതേൺ പാർട്ടിലാണ്. അവരെയും ആ ഭാഗത്തേക്ക് ഒഴിപ്പിക്കും. അപ്പം ഹമാസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മതിൽ പൂർണ്ണമായും നഷ്ടപ്പെടുകയും അങ്ങനെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ഇസ്രായേലിന് സാധിക്കുകയും ചെയ്യും. അതിനുശേഷം എന്ത് എന്നുള്ളത് കണ്ടറിയേണ്ട സംഗതിയാണ്. ഇവരെ തിരിച്ചു കൊണ്ടുവരുമോ, അല്ല ഇവരവിടെ തന്നെ തുടരേണ്ടി വരുമോ? ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് കണ്ടറിയേണ്ട സംഗതിയാണ്. അതിനിടയിലൂടെ ഈ പറയുന്ന ഒരു നീക്കത്തെ ഈജിപ്ത് എതിർക്കുന്നുണ്ട്. ഈജിപ്തിന് ഇതിന് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഭയം, ഇങ്ങനെ ഗാസ സിറ്റിയിലുള്ള ആളുകളെ സൗത്ത് സുഡാനിലേക്ക് ഒഴിപ്പിക്കുന്നത് കണ്ട് ഭയന്നിട്ട് ഇപ്പം ഈജിപ്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ബാക്കി 10 ലക്ഷം ആളുകൾ താമസിക്കുന്നത്, ഗാസ സ്ട്രിപ്പിന്റെ ഈജിപ്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ. അപ്പൊ അവിടെയുള്ള ആളുകൾ എല്ലാം കൂടി എരിച്ച് അഭയാർത്ഥികളായിട്ട് ഈജിപ്തിലേക്ക് പ്രവേശിക്കുമോ, തങ്ങളെ സുഡാനിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ഭയത്തിന്റെ പേരിൽ ഈ ആളുകളെല്ലാം കൂടി ഈജിപ്തിലേക്ക് പ്രവേശിക്കുമോ എന്നൊരു ഭയം ഈജിപ്തിനുണ്ട്. അതുകൊണ്ട് ഈജിപ്ത് സൗത്ത് സുഡാനെ വല്ലാതെ കമ്പൽ ചെയ്യുന്നുണ്ട്. ഈ വരുന്ന ഈ ആളുകളെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സൗത്ത് സുഡാനിൽ അവർ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ഈജിപ്തിന്റെ ഒരു ടീമും സൗത്ത് സുഡാനിലുണ്ട്. അവിടുത്തെ ഗവൺമെന്റിനെ പ്രഷറൈസ് ചെയ്ത് ഈ ആളുകളെ ഇങ്ങോട്ട് നീക്കുന്നത് തടയുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇനി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇന്നലെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഗാസയിലെ ജീനോസൈഡ് അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെടണമെന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നത് ഗാസയിൽ നടക്കുന്നത് ജീനോസൈഡ് ആണ് എന്നാണ്. ജീനോസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തെ മുഴുവൻ കൊന്നു തീർക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ജീനോസൈഡ്. അപ്പം അതിന് ഇസ്രായേൽ അംബാസഡർ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ യാതൊരു ജീനോസൈഡും ഇല്ല. ഹമാസുമായുള്ള യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ഹമാസ് ഏകദേശം 25,000 ഹമാസ് തീവ്രവാദികളെ, ഹമാസ് ടെററിസ്റ്റുകളെ അവിടെ അവർക്ക് കൊന്നൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഹമാസ് ടെററിസ്റ്റുകൾ അവർക്ക് മനുഷ്യമറയായി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഉപയോഗിക്കുന്നതുകൊണ്ടാണ് സിവിലിയൻസ് കൊല്ലപ്പെടുന്നതെന്ന് അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇതാണ് ശരിക്കും അവിടെ സംഭവിക്കുന്നതെന്നുള്ളത് ഈ ഒരു പ്രോസസ് നിരന്തരമായി വീക്ഷിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്കും അറിയാം. അവിടെ സംഭവിക്കുന്നത് ഹമാസ് മനുഷ്യമറയായി സാധാരണ മനുഷ്യരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു നെഗോസിയേഷൻ ടേബിളിലും വരാത്തത്. വീണ്ടും ഈ പ്രോസസ്സുകളൊക്കെ സംഭവിക്കുമ്പോഴും പുതിയ നെഗോസിയേഷൻ പ്രോസസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ദോഹയിൽ ഹമാസിന്റെ പ്രതിനിധികൾ ഇന്ന് US പ്രതിനിധികളുമായി സംസാരിക്കുന്നുണ്ട്. ഒരു 60 ദിവസത്തെ വെടിനിർത്തലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ എന്നുള്ള സംസാരത്തിലേക്ക് പോകുന്നുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ബന്ധുക്കളെ വിട്ടുകിട്ടാതെയുള്ള യാതൊരു നെഗോസിയേഷനും തങ്ങൾ തയ്യാറല്ല എന്ന കടുപ്പിച്ച നിലപാടിലേക്ക് ഇസ്രായേൽ നീങ്ങിയിരിക്കുന്നു. കാരണം അവര് ഗാസ ടേക്ക് ഓവർ ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഗാസ സിറ്റിയിൽ അതിന്റെ പ്രോസസ്സ് ആരംഭിക്കുന്നതിന്റെ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് അവര് വളരെ കടുത്ത നിലപാടിലാണ്. ബന്ദികളെ തിരിച്ചു കിട്ടിയ ശേഷം മാത്രം നെഗോസിയേഷൻ മതി, അല്ലെങ്കിൽ ബന്ദികളെ പൂർണ്ണമായും തരും എന്നുള്ള ഉറപ്പിന്റെ മേലെ ഉള്ള നെഗോസിയേഷൻസ് മാത്രമേ ഇനി വേണ്ടൂ എന്നാണ് ഇസ്രായേൽ തങ്ങളുടെ നിലപാടായി അറിയിച്ചിട്ടുള്ളത്. കൂടാതെ ഇസ്രായേലിനുള്ളിൽ തന്നെ ഈ ഗാസ സിറ്റി ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് പ്രതിഷേധങ്ങളുണ്ട്. അത് നിശ്ചയമായും അതിന് നേതൃത്വം കൊടുക്കുന്നത് ബന്ദികളുടെ ബന്ധുക്കളാണ്. ഇനി അവിടെ ബന്ദികളായിട്ടുള്ള 50 ആളുകൾ, അതിൽ 20 പേരെ അഥവാ 22 പേര് വരെ മാക്സിമം ജീവനോടെ ഉണ്ട് എന്ന് വിചാരിക്കപ്പെടുന്നു. അപ്പൊ ഈ ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന നീക്കം ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് 17-ാം തീയതി ഒരു നാഷണൽ വൈഡ് ആയിട്ടുള്ള, ഈ മാസം 17-ാം തീയതി ഇസ്രായേൽ ഒരു ദേശീയ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറേയധികം ആളുകൾ പിന്തുണ കൊടുത്തിട്ടുണ്ട്. കാരണം അവരുടെ ആളുകൾ തന്നെയാണ് ബന്ദികളായി നിൽക്കുന്നതും. ഗാസ സിറ്റി ടേക്ക് ഓവർ ചെയ്യാൻ ശ്രമിച്ചാൽ നിശ്ചയമായും ആ ബന്ദികൾ കൊല്ലപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഹമാസിനെ ഇസ്രായേൽ കൊല്ലും എന്നൊരു സാഹചര്യം വന്നാൽ അവർ ബന്ദികളെ കൊന്ന ശേഷമേ അവര് സ്വയം മരണത്തിന് കീഴടങ്ങാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് കോമൺ സെൻസ് ആണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.